നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ബേസിക് പഞ്ച്, ഫോളിങ്സ്, അതുപോലെ ബി ടിസ്റ്റ് ചെയ്യേണ്ട വിധമൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബേസിക് കിക്കുകൾ നോക്കാം. ബേസിക് കിക്ക് എങ്ങനെയാണ് ഒരു ടൈമിങ്ങിൽ ചെയ്യേണ്ടത്, ആളെ മേലെ ടച്ച് ചെയ്യാതെ എങ്ങനെ സേഫായിട്ട് ചെയ്യാം. നമുക്ക് ടച്ച് ചെയ്തുകൊണ്ടും ചെയ്യാം, അത് വരും വീഡിയോയിൽ പറയും. നമ്മളിപ്പോൾ ടച്ച് ചെയ്യാതെ എങ്ങനെ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്ക് ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന 3 കിക്കുകളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് കിക്ക്, 2 റൗണ്ട് ഓസ് കിക്ക്, പിന്നത്തെ അടുത്ത കിക്കാണ് ഹുക്ക് കിക്ക്. ഓക്കെ, ഈ 3 കിക്കുമാണ് നമ്മൾ ഇന്ന് നമുക്കിവിടെ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ റിയാക്ഷൻസ് നമ്മൾ വരും വീഡിയോയിൽ പറയാം. ഇപ്പോൾ കിക്ക് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. കിക്ക് പെർഫെക്റ്റ് ആയതിനു ശേഷം അതിൻ്റെ റിയാക്ഷനിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് മറ്റ് പഞ്ചിൻ്റെ റിയാക്ഷൻസ് എക്സ്ട്രാ വേറെ നമ്മൾ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞ പോലെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അടുത്ത് നമുക്ക് പോകുന്നത് ഫ്രണ്ട് കിക്കാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് കിക്ക് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഒരു ഫൈറ്റിംഗ് പൊസിഷൻ നമുക്ക് വേണം. ഇപ്പോൾ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വെച്ച് ജസ്റ്റ് ബെൻഡ് ചെയ്യുക. അത് നമുക്ക് 2 രീതി ഫൈറ്റ് വരാറുണ്ട്. ഒന്ന് നാടൻ തല്ല് വരാറുണ്ട്, അതുപോലെ തന്നെ ഫാൻറ്റസി ഫൈറ്റ്, അതുപോലെ പല ടൈപ്പ് ഫൈറ്റ് വരും. പക്ഷേ ഏത് ഫൈറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ലെഗ് ഫ്രണ്ടിൽ, രണ്ടാമത്തെ ലെഗ് ബാക്കിൽ, അപ്പോൾ ലെഫ്റ്റ് മുമ്പിൽ വെച്ച് റൈറ്റ് ബാക്കിൽ വെക്കുന്നതായിരിക്കും എല്ലാവർക്കും കുറച്ചുകൂടി കംഫർട്ട്. കാരണം എന്ന് പറഞ്ഞാൽ കിക്ക് നമുക്ക് എല്ലാവർക്കും റൈറ്റ് ആയിരിക്കും കുറച്ചും കൂടി, എല്ലാവർക്കും 2 ലെഗും കിക്ക് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഫ്രണ്ട് കിക്കാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് കിക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പൊസിഷനിലേക്ക് വരാമെന്നുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഈ കിക്ക് വരേണ്ടത്. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ട് ഫ്രണ്ട് കിക്ക് ചെയ്യരുത്. അപ്പോൾ ഫ്രണ്ട് കിക്കിന് വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 1 ഫീറ്റിൽ ആദ്യം ചെയ്ത് പഠിക്കണം. നമ്മൾ പഠിക്കുമ്പോൾ ഒരു 1 ഫീറ്റ് ലെവലിൽ പഠിക്കുക. അതിന് ശേഷം നമ്മൾ ഡിസ്റ്റൻസ് കുറച്ച് നമുക്കൊരു 6 ഇഞ്ച് ലെവലിലേക്ക് നമ്മൾ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് 1 ഫീറ്റിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. 1 ഫും. ഓക്കെ, ഇതാണ് ഫ്രണ്ട് കിക്ക്. അതായത് ഇവിടെ നിന്ന് എടുത്തു പുഷ്. നമുക്കിത് ആളുടെ മേലെ കൊള്ളിച്ച് ചെയ്യാനും പറ്റും. അത് നമ്മളിവിടെ ഒരു പാഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പാഡില്ലാതെ നല്ല പെർഫെക്റ്റായി പഠിച്ചതിന് ശേഷം നമുക്ക് കൊള്ളിക്കാം. അപ്പോൾ നമ്മളിവിടെ കൊള്ളിച്ച് ചെയ്തു. ആ കൊള്ളിച്ച് ചെയ്തതിൻ്റെ ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. പുള്ളിയുടെ മേലെ നമ്മുടെ ടോൻ്റെ പോർഷൻ ചെറുതായിട്ട് ടച്ച് ചെയ്ത് അപ്പം തന്നെ വലിക്കുക. നമ്മളിവിടെ കൊടുക്കുന്ന ഇമ്പാക്റ്റ് ആണ് നമ്മുടെ പവർ. ഒരിക്കലും നമ്മൾ മൊത്തം പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യരുത്. നമ്മുടെ റിയാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയിലാണ് നമുക്കത് കാണിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഉദാഹരണം കാണിച്ചു തരാം. 3, 2, 1 ആക്ഷൻ. ഉപ്പും. അപ്പോൾ അയാൾ അവിടെ റിയാക്റ്റ് കൊണ്ട് ചെയ്യുമ്പോൾ അതിന് ഇമ്പാക്റ്റ് വരും. റിയാക്ഷൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ കിക്ക് ഇതാണ് ഫ്രണ്ട് കിക്ക്. ഇനി അടുത്തത് റൗണ്ട് ഓസ് കിക്കാണ്. റൗണ്ട് ഓസ് കിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് കിക്ക് ഈ ലെവലിൽ വന്ന പോലെ തന്നെ റൗണ്ട് ഓസ് കിക്കിന് വേണ്ടത് ഇതുപോലെയുള്ളൊരു പൊസിഷനാണ്. അവിടെ നിന്ന് കിക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, റിട്ടേൺ എടുക്കുക, പൊസിഷനിലേക്ക് വരാം. ഓക്കെ, റൗണ്ട് ഓസ് കിക്ക്. ഓക്കെ, ഒന്നുകൂടി ചെയ്യാം. ടച്ച് ആൻഡ് ബാക്ക് ചെയ്യാൻ ആദ്യം പഠിക്കണം നമ്മൾ. ഓക്കെ, ഈ റൗണ്ട് ഓസ് കിക്ക് നമുക്ക് അതിന് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ടച്ച് ആൻഡ് ബാക്ക് ചെയ്യാം. രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുൾ എടുത്ത് ചെയ്യാം. അത് ഇയാൾ മിസ് ചെയ്യുന്ന പോർഷനിലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഉദാഹരണം കാണിക്കാം. 3, 2, 1 ആക്ഷൻ. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഓഫ് റൗണ്ട് ഓഫ് കിക്ക് കണ്ടു. ഒന്ന് ടച്ച് ആൻഡ് ബാക്ക്, 2 ഫുൾ. ഓക്കെ, ഇപ്പോൾ 2 രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് ഫുൾ കോൺടാക്റ്റ് എങ്ങനെയാണ് ചെയ്യണം നമുക്ക് നോക്കാം. ഫുൾ കോൺടാക്റ്റിൽ നമ്മളിപ്പോൾ സിനിമാസ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് കിക്ക് ഈ പൊസിഷനിലേക്ക് വന്ന് നമ്മൾ ഇങ്ങനെ പിടിക്കണം. ഒരിക്കലും ഈ ലെവലിൽ വരരുത്. കാരണം ആളെ മേലേക്ക് ടച്ച് ചെയ്യാൻ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ടച്ച് ചെയ്യും. അപ്പോൾ ഒരു 1 ഫീറ്റ് അകലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വിരലിൻ്റെ പോർഷൻ നേരാക്കിക്കൊണ്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫ്രണ്ട് കിക്ക്, രണ്ടാമത്തെ ടച്ച് ആൻഡ് ബാക്ക്, മൂന്നാമത്തെ ഫുൾ ഒരു ഇവിടെ നമ്മളൊരു ഇമാജിനറി ലൈൻ. നമ്മൾ നേരത്തെ ഒരു ഹുക്ക് പഞ്ച് വീഡിയോയിൽ കണ്ടിരുന്നു. നമുക്ക് ഒരു ഇമാജിനറി ലൈനിൽ മൊത്തം ഒരു പഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ തന്നെ കിക്കും കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, ഒരു സർക്കിൾ മൂവ്മെൻറ്റിൽ ചെയ്യണം. 3, 2, 1 ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് റൗണ്ട് ഓഫ് കിക്കിൻ്റെ. ഇനിയും വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിതിൽ 2 വേരിയേഷൻസ് ആണ് പറയുന്നത്. ഏത് കിക്ക് ചെയ്യുമ്പോഴും ഡിസ്റ്റൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് ആർട്ടിസ്റ്റ് ആയിരിക്കും. അത് ഫേമസ് ആർട്ടിസ്റ്റ് ആവാം, ഏത് ആർട്ടിസ്റ്റ് ആയാലും ആരായാലും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെ സേഫ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ചുമതല നമ്മുടെ. അതിന് ശേഷമാണ് നമ്മുടെ പെർഫോമൻസിന് രണ്ടാമത് മാത്രം മുൻതൂക്കം കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഞ്ച് ചെയ്യുകയാണെങ്കിലും എല്ലാം ഒരു 1 ഫീറ്റിൽ ആദ്യം ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസ് ഇത്ര അടുത്ത് വരെ നമുക്ക് വേണമെങ്കിൽ പഞ്ച് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ പെർഫോമൻസ് പ്രാക്ടീസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഇത്ര അടുത്തൊക്കെ പോയി ചെയ്യാൻ പാടും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു 1 ഫീറ്റ് എപ്പോഴും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോൾ ഈ 2 കിക്കിലും നമ്മൾ ഈ 1 ഫീറ്റ് നമ്മൾ ഉപയോഗിക്കണം. ഇനി അടുത്തത് ഹുക്കാണ്. ഹുക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ റൗണ്ട് ഓഫ് കിക്കിൻ്റെ റിവേഴ്സാണ് ഈ ഹുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് കിക്ക് നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. ഓക്കെ, ഹുക്ക് നമുക്ക് എടുക്കേണ്ടത് ഇപ്പോൾ റൗണ്ട് ഓഫ് കിക്കിൻ്റെ പൊസിഷനിൽ വന്നിട്ട് റിവേഴ്സാണ് എടുക്കേണ്ടത്. റിവേഴ്സ് റൗണ്ട് ഓഫ് കിക്കാണ് ഹുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ റൗണ്ട് ഓഫ് കിക്ക് ഇതാണ്. ഓക്കെ, ഹുക്ക് എന്ന് പറയുമ്പോൾ
ഇപ്പോൾ റൗണ്ട് ഓഫ് കിക്ക് ഇതാണെങ്കിൽ ഹുക്ക് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസിൽ ഇങ്ങനെ വരണം. അതായത് ആർട്ടിസ്റ്റിൻ്റെ നമ്മുടെ കിക്ക് ചെയ്യുന്ന ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് ഇങ്ങനെ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് കിക്കും ഹുക്കും തമ്മിലുള്ള വ്യത്യാസം കാണാം. ആദ്യം ഇത് റൗണ്ട് ഓഫ് കിക്ക്. ഓക്കെ, ഹുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പൊസിഷൻ ഇവിടെ തന്നെ റൗണ്ട് ഓഫ് കിക്കിൻ്റെ പൊസിഷനിൽ വന്നിട്ട് കാല് ഈ ലെവലിൽ കൊണ്ടുവരണം. അതാണ് ഹുക്ക് കിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 4 കിക്കിൻ്റെയും ഒരു കോംബോ കാണാം. 4 കിക്ക് എന്ന് പറയാൻ കാരണം ഇതിൽ റൗണ്ട് ഓഫ് കിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 വേരിയേഷൻസ് ആണ്. ശരിക്കും ഇവിടെ 3 കിക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് കിക്ക്. അപ്പോൾ ഫ്രണ്ട് കിക്ക് ബും. രണ്ടാമത് റൗണ്ട് ഓഫ് കിക്ക് ബും റിയാക്ഷൻ. മൂന്നാമത് റൗണ്ട് ഓഫ് കിക്ക് ഫുൾ കോണ്ടാക്ട് ബും. നാലാമത് ഹുക്ക് റിയാക്ഷൻ ബും. എന്നിട്ട് നമ്മൾ പഴയ പൊസിഷനിലേക്ക് തന്നെ വരണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയാക്ഷൻ. നമുക്ക് പിന്നീടുള്ള വീഡിയോകളിൽ എല്ലാ റിയാക്ഷനും കൂടി ചെയ്യാം. എല്ലാ കിക്സും അതിൻ്റെ പഞ്ചെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് റിയാക്ഷൻ മൊത്തമായിട്ടൊരു വീഡിയോ വരും വീഡിയോകളിൽ വരുന്നതാണ്. ഇതാണ് കിക്സ് നമ്മളെങ്ങനെയാണ് സിനിമയിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി ഇത് നാടൻ തല്ലാവുമ്പോഴും ഓരോ സിറ്റുവേഷനും സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടും ഈ കിക്കിൻ്റെ വേരിയേഷൻസ് മാറും. അതും നമ്മൾ അടുത്ത വീഡിയോകളിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോകളിൽ ബേസിക് കിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ കണ്ടു. അതിൻ്റെ ടൈമിങ്, അതിൻ്റെ ഡിസ്റ്റൻസ്, അതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ.